കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് ഒരു മാസത്തിനകം ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്കിൻ ബാങ്കിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്. തീപ്പൊള്ളലേറ്റും അപകടങ്ങൾ സംഭവിച്ചും ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ വിസിബിളായ ത്വക്കിന് ഗുരുതരമായ കേടുപാടുകളും വൈരൂപ്യങ്ങളും സംഭവിച്ച നിരവധി മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ തൊലി നഷ്ടപ്പെട്ട് അണുബാധയുണ്ടായി മരണപ്പെടുന്നത് ഒരു സാധാരണ കാഴ്ച തന്നെയാണ്. അത്തരമൊരു അവസ്ഥയ്ക്ക് മാറ്റം വരാനാണ് പോകുന്നത്. മറ്റെല്ലാ അവയവങ്ങളെയും പോലെ തന്നെ സ്കിന്നും ദാനം ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ളത് ശേഖരിച്ച് പ്രിസർവ് ചെയ്ത് വെച്ച് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രോഗികളിൽ തുന്നിച്ചേർക്കാൻ കഴിയും. ഇതിനു വേണ്ട സജ്ജീകരണങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി ഒരുങ്ങുന്നത്. അതോടൊപ്പം ത്വക്ക് ദാനം ചെയ്യാനുള്ള അവബോധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിരിക്കും. തീർച്ചയായും ആയിരക്കണക്കിന് പേർക്ക് പുതുജീവിതം ലഭ്യമാക്കാൻ ഈ നീക്കം ഉറപ്പായും സഹായിക്കും. വീണ ജോർജിന്റെ ഈ പ്രവർത്തനത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. അവയവദാന പ്രക്രിയയിലൂടെ ത്വക്ക് ലഭ്യമാക്കാനായി കേസ് ഓട്ടോയുടെ അനുമതി ആവശ്യമാണ്. കേസ് ഓട്ടോയുടെ അനുമതി ഉടൻ ലഭ്യമാക്കി മറ്റ് നടപടിക്രമങ്ങൾ പാലിച്ച് ഒരു മാസത്തിനകം കമ്മീഷൻ ചെയ്യുന്നതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടി സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഗൈഡ്ലൈൻസ് രൂപീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബേൺസ് യൂണിറ്റുകളെ ശക്തിപ്പെടുത്താനായി ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്ക് ശേഖരിച്ച് പ്രിസർവ് ചെയ്ത് വെച്ച് ആവശ്യമുള്ള രോഗികൾക്ക് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വെച്ച് പിടിപ്പിക്കുക എന്നതാണ് സ്കിൻ ബാങ്കിലൂടെ ചെയ്യുന്നത്. അപകടങ്ങളാലും പൊള്ളലേറ്റും ത്വക്കിന് കേടുപാട് സംഭവിച്ചവർക്ക് പകരം ത്വക്ക് വെച്ച് പിടിപ്പിച്ചാൽ അണുബാധയുണ്ടാകാതെ ഒരുപാട് പേർക്ക് ജീവൻ രക്ഷിക്കാനാകും. മറ്റ് അവയവങ്ങൾ പോലെ തന്നെ ത്വക്ക് ദാനം ചെയ്യാനുള്ള അവബോധവും ശക്തമാക്കണം. പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് ബേൺസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രധാന മെഡിക്കൽ കോളേജുകളിൽ ബേൺസ് യൂണിറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം മെഡിക്കൽ കോളേജുകളിൽ ഈ സർക്കാരിന്റെ കാലത്താണ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ ബേൺസ് യൂണിറ്റുകൾ വിജയകരമായി പ്രവർത്തിച്ച് വരികയാണ്. എറണാകുളം ജനറൽ ആശുപത്രി, കൊല്ലം ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ ബേൺസ് യൂണിറ്റുകൾ ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബേൺസ് യൂണിറ്റ് സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ മെഡിക്കൽ കോളേജുകളിൽ കൂടി ബേൺസ് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബേൺസ് യൂണിറ്റുകൾ സ്റ്റാൻഡേർഡ് ചെയ്യാനുള്ള പ്രപ്പോസൽ 15 ദിവസത്തിനകം വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്ന് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏകീകൃത ചികിത്സാ പ്രോട്ടോകോൾ രൂപീകരിക്കും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഏകോപിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിലെ ബേൺസ് ഐസിയുവിൽ സജ്ജമാക്കിയ തീവ്ര പരിചരണ സംവിധാനത്തിലൂടെ അണുബാധ ഏൽക്കുന്നത് പരമാവധി കുറയ്ക്കാനും എത്രയും വേഗം രോഗിക്ക് ആശ്വാസം ലഭിക്കാനും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും സഹായിക്കുന്നുണ്ട്. 20% മുതൽ പൊള്ളലേറ്റ രോഗികൾക്കുള്ള വിദഗ്ധ ചികിത്സയാണ് ഈ ബേൺസ് ഐസിയുവിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്.